തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെത്തി വോട്ടഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി N. അരുൺ. കച്ചേരിത്താഴം ഭാഗത്തെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കോടതിയിലേക്ക് എത്തുവാനുള്ള അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുമെന്ന് LDF സ്ഥാനാർത്ഥി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് LDF സ്ഥാനാർത്ഥി N. അരുൺ. മൂവാറ്റുപുഴയിൽ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചിരുന്നതും പ്രവർത്തനം നിലച്ചുപോയതുമായ ഉപഭോക്തൃ കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് മൂവാറ്റുപുഴയിൽ പുനഃസ്ഥാപിക്കുന്നതിനും മൂവാറ്റുപുഴ കച്ചേരിത്താഴം ഭാഗത്തെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കോടതിയിലേക്ക് എത്തുവാനുള്ള അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും ഇടപെടൽ നടത്തുമെന്ന് അഭിഭാഷകർക്ക് N. അരുൺ ഉറപ്പു നൽകി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷകർ വളരെ സങ്കീർണമായിട്ടുള്ള ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗൗരവമുള്ള ആ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുകയും അതിന് തീരുമാനമുണ്ടാക്കുകയും ചെയ്യും എന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന കൺസ്യൂമർ ഫോറത്തിൻ്റെ ക്യാമ്പ് സിറ്റിംഗ് ഏതാനും നാളുകളായിട്ടില്ല. ആ ക്യാമ്പ് സിറ്റിംഗ് ഇവിടെ മൂവാറ്റുപുഴയിൽ തുടരുവാനുള്ള എല്ലാ സജ്ജീകരണവും ഉറപ്പായും ചെയ്യും എന്ന് അറിയിക്കുകയാണ്. ഇവിടെ വിജയിച്ചു വരുന്ന സാഹചര്യമാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കച്ചേരിത്താഴത്ത് നിന്ന് കോടതിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പഴയ താലൂക്ക് ഓഫീസിൻ്റെ മുൻവശം എന്ന് സൂചിപ്പിക്കാവുന്ന ആ പ്രദേശം, അവിടുത്തെ ഈ റോഡ് പണിയുടെ അശാസ്ത്രീയത മൂലം അപകട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഭിഭാഷകർക്ക് കോടതിയിലേക്ക് കടന്നു വരുന്ന വ്യവഹാരികൾക്കെല്ലാം വല്ലാത്ത പ്രയാസം ഇങ്ങോട്ട് കടന്നു വരുന്ന കാര്യത്തിലുണ്ടാകുന്നുണ്ട്. അശാസ്ത്രീയത പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നഗര വികസനവുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തുള്ള മീഡിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്പെർട്ടുകളെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിപ്പിക്കും. ഈ പരാതിക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന ഉറപ്പ് നൽകുകയാണ്. കോടതി ക്യാന്റീനിലെ ജീവനക്കാരെയും നേരിൽ കണ്ട് LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. വിവിധ അഭിഭാഷക സംഘടനാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KR സുനിൽകുമാർ, അഡ്വക്കേറ്റ് എൽദോസ് വർഗീസ്, അഡ്വക്കേറ്റ് ജിറ്റി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ്, അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ, അഡ്വക്കേറ്റ് ജോബി ജോസ്, അഡ്വക്കേറ്റ് അഭിലാഷ് മധു, അഡ്വക്കേറ്റ് അജിത് LA തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.